ഓം ശാന്തി. ഗാന്ധിജിയുടെ ലക്ഷ്യമായിരുന്നു ഭാരതം രാമരാജ്യമാകണം. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകണമെന്ന്. എന്നാൽ സ്വർഗത്തിൽ പോകുന്നതിന് നമുക്ക് ദേവി ദേവതയായി മാറണം. ലോകത്തെ സതോപ്രധാനമാക്കി മാറ്റണം. ഇന്ന് കലിയുഗത്തിൽ ലോകം തമോപ്രധാനമാണ്. കൂടാതെ ഇന്നത്തെ മനുഷ്യന്റെ മനസ്സ് വളരെ ചഞ്ചലമാണ്. അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മനസ്സിനെ നാം എങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ വയ്ക്കും? ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, മനസ്സ് ഒരു കാട്ടുകുതിരയാണ്, കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 7 സമുദ്രങ്ങളും മറികടക്കുന്നതിന് അതിന് സമയമെടുക്കുന്നില്ല. ഇപ്പോൾ മനസ്സ് തന്നെയാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. മോശമായ ചിന്തകൾ വരുന്നു, മനസ്സിൽ ക്രോധം വരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൽ നെഗറ്റീവ് ഭാവം വരുമ്പോൾ അത് വാക്കുകളിലും കർമ്മങ്ങളിലും വരുന്നു. ആരും ആഗ്രഹിക്കുന്നില്ല ദേഷ്യപ്പെടണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നു ശാന്തി ലഭിക്കണമെന്ന്. എന്നാൽ ക്രോധം വന്നാൽ ശാന്തി എവിടെ നിന്നാണ് ഉണ്ടാവുക? അതുകൊണ്ട് നമുക്ക് മനസ്സിന് മാർഗനിർദ്ദേശം നൽകണം. മനസ്സിനെ നിയന്ത്രണത്തിൽ വയ്ക്കണം. നോക്കൂ, എപ്പോഴാണോ ക്രോധം വരുന്നത്, ഏറ്റവും അധികം നഷ്ടം ആർക്കാണ് ഉണ്ടാവുന്നത്? എനിക്ക് തന്നെയാണ്. കാരണം എൻ്റെ മനസ്സ് അശാന്തമായി തീരുന്നു. ഭക്ഷണത്തിന്റെ സമയമാണെങ്കിൽ ഉറക്കം വരുന്നില്ല, വിശപ്പ് തോന്നുകയില്ല. കൂടാതെ മുൻപിലുള്ള ആൾക്കും ദുഃഖമുണ്ടാകുന്നു. കാരണം ക്രോധത്തിൽ ഞാൻ അങ്ങനെ പറയുന്നു, അവരെ അപമാനിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഭാഗത്തു നിന്ന് പാപകർമ്മവും ഉണ്ടാകുന്നു, അശാന്തിയുടെ വായുമണ്ഡലവും സൃഷ്ടിക്കപ്പെടുന്നു. അതായത് പ്രധാനമായിട്ടും നമുക്ക് ഇക്കാര്യം പഠിക്കണം. മനസ്സിനെ എങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം? ജീവിതകാലം മുഴുവൻ നമ്മൾ മനസ്സിന് സ്വാതന്ത്ര്യം കൊടുത്തു. എന്ത് ചിന്തിക്കണമോ അത് ചിന്തിച്ചു. ഇനി നമുക്ക് ബുദ്ധി പറയുന്നത് കേൾക്കണം. ബുദ്ധി പറയുന്നു ഇത് ശരിയല്ലെന്ന്, എങ്കിലും നമ്മൾ അക്കാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ബുദ്ധിയെ ശക്തിശാലിയാക്കി മാറ്റണം. കൂടാതെ മനസ്സിനെ നിയന്ത്രണത്തിൽ വയ്ക്കാൻ പഠിക്കണം. താങ്കൾ പറയും എങ്ങനെ ചെയ്യുമെന്ന്. എന്നാൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, രാജയോഗം പഠിക്കുന്നതിലൂടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, മനസ്സിന് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കുന്നു. ബുദ്ധി പറയുന്നതിനനുസരിച്ച് മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. നമ്മുടെ അടുത്ത് ഡൽഹിയിൽ മെറ്റീരിയോളജിയുടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. വലിയ ദേഷ്യക്കാരനായിരുന്നു. കൂടാതെ സ്വാഭാവികമായും ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ കുറെ ജോലിക്കാരുണ്ടായിരുന്നു.
അദ്ദേഹം ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും പേടിക്കുമായിരുന്നു. പേടി കാരണം വീണ്ടും തെറ്റുകൾ വരുത്തുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചു, താങ്കൾ രാജയോഗം അഭ്യസിക്കൂ. വളരെ തിരക്ക് പിടിച്ച വ്യക്തിയായിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ശരി, 7 മണിക്ക് സെന്ററിലേക്ക് വരൂ. അദ്ദേഹം 7 ദിവസത്തെ കോഴ്സ് ചെയ്തു. പതുക്കെ പതുക്കെ ഇത്രയധികം ശാന്തനായി. അദ്ദേഹത്തോട് ഓഫീസിലുള്ളവരുടെ എല്ലാം തന്നെ ഭയം മാറി. കൂടാതെ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ചെയ്തു തീർത്തിരുന്ന ജോലി അദ്ദേഹം 6 മണിയാകുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ തുടങ്ങി. ഓഫീസിലുള്ളവർക്കെല്ലാം തന്നെ നേരത്തെ പോകാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എപ്പോഴാണോ നമ്മൾ പരംപിത പരമാത്മാവിൽ നിന്നും ഓർമ്മയിലൂടെ ശക്തിയെടുക്കാൻ തുടങ്ങുന്നത്, അസംഭവ്യമായ കാര്യങ്ങൾ സംഭവ്യമായി തീരുന്നു. പ്രയാസമുള്ള കാര്യങ്ങൾ എളുപ്പമുള്ളതായി മാറുന്നു. അതുകൊണ്ട് അധികം സമയമെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വെറും 7 മണിക്കൂറുകൾ മാത്രം മതി. വിദേശത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുറെ പേർക്ക് 7 ദിവസം തുടർച്ചയായി വരാനായി സാധിക്കില്ല. അപ്പോൾ അവരോട് പറയാറുണ്ട്, ആഴ്ച അവസാനം 2 മണിക്കൂറുകൾ വെച്ച് വരൂ. അല്ലെങ്കിൽ ആഴ്ച അവസാനം റിട്രീറ്റ് വയ്ക്കുന്നു. ആദ്യത്തെ വീക്കെൻഡിൽ അവർക്ക് ആദ്യത്തെ 3 ലെസൺ എടുക്കുന്നു. അടുത്ത വീക്കെൻഡിൽ അവർക്ക് 4 ലെസൺ എടുക്കുന്നു. ഇപ്രകാരം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, മുഴുവൻ വിശ്വത്തിലും എവിടെയാണോ ഭൗതിക സുഖം ധാരാളമായിട്ടുള്ളത്, എന്നാൽ മനസ്സിന് ശാന്തിയില്ല, ടെൻഷനുണ്ട്, ചിന്തകളുണ്ട്, ഇങ്ങനെയെല്ലാമുള്ള പരിസ്ഥിതികളിൽ അവർക്ക് രാജയോഗത്തിന്റെ അഭ്യാസം വളരെയധികം സഹായം ചെയ്യുന്നു. പിന്നീട് അവർ സ്വന്തം ജീവിതം നല്ലതായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൽ സന്തോഷമുണ്ട്, മനസ്സ് സന്തുഷ്ടമാണ്. മദ്യപിക്കാൻ തോന്നുന്നില്ല, സിഗരറ്റ് വലിക്കാൻ തോന്നുന്നില്ല. ആർക്കാണോ സ്ട്രെസ് ഉള്ളത്, ടെൻഷൻ ഉള്ളത്, ആങ്സൈറ്റി ഉള്ളത്, അവർക്ക് ഇതെല്ലാം ആവശ്യമായി വരുന്നു. അവർ ഡ്രഗ്സും ഉപയോഗിക്കുന്നു, അവർ മദ്യപിക്കുന്നു, പുകയില ഉപയോഗിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതം മാറിപ്പോയി. അധികം വിദേശികളും 70കളിലാണ് ജ്ഞാനത്തിൽ വന്നത്. അപ്പോൾ ഹിപ്പികളുടെ യുഗമായിരുന്നു. അവർ മുഴുവൻ ലോകവും അലയുകയായിരുന്നു സുഖശാന്തി ലഭിക്കാനായിക്കൊണ്ട്. എന്നാൽ എപ്പോഴാണോ അവർ ബ്രഹ്മകുമാരി സെന്ററിൽ വന്ന് രാജയോഗം അഭ്യസിക്കാൻ തുടങ്ങിയത്, അവരുടെ ജീവിതം ഇത്രമാത്രം മാറിപ്പോയി. ജീവിതത്തിൽ വളരെയധികം അച്ചടക്കം വന്നു. അവരുടെ എല്ലാം വീട്ടുകാർ പോലും ആശ്ചര്യപ്പെട്ടുപോയി. കാരണം ഈ യോഗം അഭ്യസിക്കുന്നതിന് മുമ്പ് അവർ എപ്പോഴാണോ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നത് കഴിച്ചിരുന്നു, ഉറങ്ങണമെന്ന് തോന്നുന്നത് ഉറങ്ങിയിരുന്നു.
കുളിക്കണമെന്ന് തോന്നുമ്പോൾ കുളിക്കുമായിരുന്നു. എന്നാൽ പിന്നീട് രാജയോഗത്തിൻ്റെ അഭ്യാസത്തിലൂടെ അവരുടെ ജീവിതം സഫലമായി. അവർ അവരുടെ സുഹൃത്തുക്കളെയും കൂടി രാജയോഗം പഠിപ്പിച്ചു. അവരുടെ ജീവിതം കൂടി പരിവർത്തനം ചെയ്തു. അതുകൊണ്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, ഈ മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളെക്കൊണ്ട് നല്ല കർമ്മം അല്ലെങ്കിൽ മോശം കർമ്മം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് മനസ്സ്, ബുദ്ധി, വൃത്തി ഇവ പരിവർത്തനം ചെയ്യണം. എങ്കിൽ ജീവിതം സന്തുഷ്ടകരമായിരിക്കും. ഓം ശാന്തി. സ്വരാജ്യത്തിലൂടെ സ്വർണിമ ഭാരതം.